ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചാപ്റ്ററൈസേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ടാണ്. ചാപ്റ്ററൈസേഷൻ ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഓഫ് റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ട് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് അണ്ടർ ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് അണ്ടർ ദ ചാപ്റ്ററൈസേഷൻ സ്കീംസ്. അതായത് നമ്മളെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ റിസർച്ചിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞു. അത് ഡിഫറെൻറ്റ് ഹെഡ്സിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി പറയുന്നത് കണ്ടൻസ് ഓഫ് ചാപ്റ്റർ ആണ്. കണ്ടൻസ് ഓഫ് ചാപ്റ്റർ ജനറലി ചാപ്റ്റർ 1 മെൻഷൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റഡി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റത്തെ ചാപ്റ്റർ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റഡിയാണ്. അതേപോലെ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്, റിസർച്ച് ഓഫ് വേരിയസ് ടെർമിനോളജി, നമ്മൾ ഏതൊക്കെ ടെർമിനോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്, അതേപോലെ ഇതിനുള്ള ഡെഫിനിഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്, പ്രോബ്ലംസ്, ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റഡി, പിന്നെ അതേപോലെ നമ്മളൊരു സ്റ്റഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവും, പിന്നെ അതുപോലെ സ്കോപ്പ് ഓഫ് സ്റ്റഡി, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് സ്കീം ഓഫ് റിപ്പോർട്ട് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റഡി. അതിൻ്റെ സ്കീമും ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റഡീനൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടൻസ് ഓഫ്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞത്. ഇനി സെക്കൻഡ് ചാപ്റ്റർ ഷുഡ് ബി ഗിവ് എ ഡീറ്റെയിൽഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഫോർ ദ പ്രസൻറ്റ് സ്റ്റഡി. അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റഡീനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നത്. അതേപോലെ ഡിവൈഡിങ്, അതും പല ഡിഫറെൻറ്റ് ഹെഡ്സിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് ചാപ്റ്റർ ആണ്. തേർഡ് ചാപ്റ്റർ ഷുഡ് പ്രൊവൈഡ് റിസർച്ച് മെത്തഡോളജി യൂസ്ഡ് ഫോർ സ്റ്റഡി. അത് പറയുന്നത് എന്താ വെച്ചാൽ ഏതൊക്കെ മെത്തഡോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, പിന്നെ അതേപോലെ ഇറ്റ് ഡീൽസ് വിത്ത് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ, അതേപോലെ ലൊക്കേഷൻ ഓഫ് സ്റ്റഡി, നേച്ചർ, സോഴ്സ് ഓഫ് ഡാറ്റ, കമ്പോണൻസ് ഓഫ് സർവേ ഓഫ് ക്വസ്റ്റ്യനെയർ, നമ്മൾ സർവേ ചെയ്യുന്നത്, അതേപോലെ യൂസ് ഓഫ് സ്കെയിൽ ഓഫ് ക്വസ്റ്റ്യനെയർ, പൈലറ്റ് സ്റ്റഡി റിസൾട്ട്, അലോങ് വിത്ത് ഡീറ്റെയിൽ സാമ്പിളിംഗ് ഡിസൈൻ. ഈ സാമ്പിളിംഗ് ഡിസൈനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്, തേർഡ് ചാപ്റ്ററിൽ പറയുന്നത്. ഇനി ഫോർത്ത് ചാപ്റ്റർ ഷുഡ് ബി പ്രൊവൈഡ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഹെഡ്സ് അക്കോർഡിംഗ് ടു ദ സ്റ്റഡി അഡോപ്റ്റഡ് ബൈ റിസർച്ചർ. ഇനി പറയുന്നത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനാണ്. അത് ഡിഫറെൻറ്റ് ഹെഡ്സിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അനാലിസിസ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിൻ്റെ ബേസിസിലാണ് നമ്മൾ എല്ലാം അനലൈസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഓരോന്നിനും സെപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. പിന്നെ വേരിയസ് ഡിസ്ക്രിപ്റ്റീവ്സ് ലൈക്ക് ഗ്രാഫ്സും അതേപോലെ ചാർട്ട്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡാറ്റാസൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇനി പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വെയ്റ്റഡ് മീൻ സ്കോർ, റാങ്കിങ് മെത്തേഡിൽ, അതേപോലെ സ്ക്വയർ ടെസ്റ്റ്, ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ ഒരു ഡാറ്റ അനാലിസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫാക്ടർ അനാലിസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി പറയുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ഷുഡ് ബി ഡിസ്കസ് ഫൈൻഡിങ്സ്, അതേപോലെ സജഷൻസും കൺക്ലൂഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് ലാസ്റ്റിൽ വരുന്നത്. ചാപ്റ്റർ ഇസ് ദ ഹേർട്ട് ഓഫ് വോൾ സ്റ്റഡി. ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ ആൻഡ് സജഷൻ ഫോർ ഫർദർ റിസർച്ച് വിൽ ബി പ്രസൻറ്റഡ് ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ ഫോളോഡ് ബൈ ബിബ്ലിയോഗ്രഫി ആൻഡ് റെഫറൻസ്. നമ്മൾ എന്തൊക്കെ റെഫറൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ടോപ്പിക്സിനെ പറ്റി പറയുന്നത് അതൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നതാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ. ഇനി അടുത്ത ടോപ്പിക്കാണ് പ്ലാനിങ് റിപ്പോർട്ട് റൈറ്റിംഗ്. പ്ലാനിങ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു സ്റ്റഡി ചെയ്തതിനെ പറ്റിയിട്ട് നമ്മൾ റിപ്പോർട്ട് എഴുതുകയാണ്. റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 3 സ്റ്റേജസ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഓർഗനൈസേഷൻ ഓർ സ്ട്രക്ചർ, റൈറ്റപ്പ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. ഇതിൽ ഓർഗനൈസേഷനും റൈറ്റപ്പുമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി പറയുന്നത് ഓർഗനൈസേഷൻ ഓർ റിസർച്ച് ഓഫ് എ റിസർച്ച് റിപ്പോർട്ടറാണ്. ഫസ്റ്റ് ഫേസ് ഇൻ എ റിസർച്ച് റിപ്പോർട്ട് ഇസ് ഓർഡറിംഗ് പാർട്ട് ആൻഡ് പ്ലാനിങ് ഇൻ റൈറ്റിംഗ്. ഇറ്റ് ഈസ് ഡൺ ആഫ്റ്റർ കളക്ടിങ് ഡാറ്റ ആൻഡ് അനാലിസിസ്. ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പം നമുക്ക് പ്ലാൻ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ വേസിലാണ് നമ്മൾ എഴുതേണ്ടത് എന്നൊക്കെ ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എഴുതാൻ നോക്കണം. പിന്നെ
സീക്വൻ്റൽ അതേപോലെ ലോജിക്കൽ ഓർഡറിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. നല്ല രീതിക്ക് ക്രിയേറ്റ് ചെയ്ത് എഴുതണം, മിസ്റ്റേക്ക് ഒന്നും വരാണ്ട് നോക്കണം. പിന്നെ അതേപോലെ ഇറ്റ് ദിസ് ഹെൽപ്പ് ടു വർക്ക് ടു മോർ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്താൽ അട്രാക്റ്റീവ് ആവാമെന്ന് നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് അതിൻ്റെ കണ്ടിന്യൂവേഷനിൽ ആയിട്ട് എഴുതുക. അതായത് ഇപ്പോൾ എഴുതുമ്പം ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ വേറെ ഭാഗത്ത് പോയി എഴുതാണ്ട് അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ എഴുതാനായിട്ട് നോക്കണം. കണ്ടിന്യൂസ് ആയിരിക്കണം. നമ്മൾ എഴുതുന്നതിൽ ഒരു യൂണിഫോമിറ്റി വേണം, അതേപോലെ ഒരു ഫ്ലോ വേണം. എങ്കിലേ റിപ്പോർട്ടിനൊക്കെ ഒരു ഭംഗി വരുള്ളൂ. പിന്നെ ഇനി ഒരു റിപ്പോർട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്കത് 3 വേസിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഒന്ന് ഹൊറിസോണ്ടൽ, അതേപോലെ സീക്വൻ്റൽ ആൻഡ് മിക്സഡ്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ടോപ്പിക് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എഴുതുമ്പം ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് നമ്മളിപ്പോൾ ഒരു ടോപ്പിക് എഴുതുമ്പം അതിനൊരു സബ് ടോപ്പിക്ക് വരും. ഇപ്പം ഇതിൽ പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് മെത്തേഡിൻ്റെ ചാപ്റ്ററിലാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. സോ അതിൻ്റെ സബ് ടോപ്പിക്കായിട്ടാണ് ഈ പ്ലാനിങ് റിപ്പോർട്ട് റൈറ്റിങ്ങും അതേപോലെ ചാപ്റ്ററൈസേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ടൊക്കെ വരുന്നത്. അതേപോലെ ഒരു ടോപ്പിക് എടുക്കുമ്പം നമുക്കതിന് സബ് ടോപ്പിക്കും ഉണ്ടാവും. അത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുന്നതാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് സീക്വൻ്റൽ. സീക്വൻ്റൽ എന്ന് പറഞ്ഞാൽ ദ സീക്വൻ്റൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഗിവ് എംഫോസിസ്. നമുക്ക് ടൈം തരും അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മിക്സഡ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടലും സീക്വൻ്റലും ബോത്ത് ഓഫ് ഹാവ് ബീൻ യൂസ്, നമുക്ക് രണ്ടും യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഈ മിക്സഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റൈറ്റപ്പ്. ഇനി റിപ്പോർട്ട് റൈറ്റിങ്ങിൽ സെക്കൻഡ് പറയുന്നതാണ് റൈറ്റപ്പ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് ഓഫ് എ റിപ്പോർട്ട് പ്രീസൈസ്ലി റിക്വയർഡ് എ കെയർഫുൾ ചോയ്സ് ഓഫ് വേർഡ്സ് വിച്ച് വിൽ സെർവ് ടു കൺവേ എക്സാക്റ്റ് മീനിങ്. ഇപ്പം നമ്മൾ റൈറ്റപ്പിൽ ചെയ്യണം, നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പം ഒരു മീനിങ്ങിൻ്റെ എക്സാക്റ്റ് മീനിങ് കൊടുക്കുന്ന വേർഡ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ പ്രോപ്പറായിട്ട് നമ്മൾ എഴുതാൻ നോക്കണം. പിന്നെ കൊളോക്കിയൽ കോൺവെർസേഷൻസ് ഒന്നും നമ്മൾ റിപ്പോർട്ട് റൈറ്റിങ്ങിലൊന്നും എഴുതാൻ പാടില്ല. ഇപ്പം കൂടുതൽ ഷോർട്ടായിട്ട്, ഇപ്പം വലിയ വേർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ടാക്കി എഴുതുന്നുണ്ടല്ലോ, ആ ഷോർട്ടാക്കിയിട്ടുള്ള ഒന്നും റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് റൈറ്റിങ്ങിൽ പാടില്ല. പിന്നെ പേഴ്സണൽ പ്രൊനൗൺസ് ആയിട്ടുള്ള ഐ, വി, യു, മീ, മൈ, അവർ ഓർ അസ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം കൊട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല. പിന്നെ അതേപോലെ പാസ്റ്റ് ടെൻസിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. പിന്നെ കൊട്ടേഷൻസ് വേണ്ടിടത്ത് നമ്മൾ കൊട്ടേഷൻസ് യൂസ് ചെയ്യുക, അല്ലാത്തടത്ത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ റിപ്പോർട്ട് എഴുതുമ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ എഴുതണം, നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഒരു ഫ്ലോവും യൂണിഫോമിറ്റിയും ഒക്കെ നമുക്ക് വേണം. സോ അത്രയേ ഉള്ളൂ ഈ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. സോ താങ്ക് യു.